നമസ്കാരം. പോസ്റ്റ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, ദ താജ് സ്റ്റോറി എന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ വിവാദമായിരിക്കുകയാണ്. ബി ജെ പി നേതാവാണ് അതിന്റെ പരേഷ് റാവലാണ് സംവിധായകനും നടനൊക്കെയാണ് പുള്ളി. കുറച്ചു കാലമായിട്ട് താജ്മഹലിനെ ചുറ്റിപ്പറ്റി ഒരു വിവാദം ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള പരിപാടികൾ, അതായത് ഏതെങ്കിലും മുസ്ലിം നാമധാരികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പള്ളികളോ അമ്പലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇതിനെ ആക്രമിച്ചാൽ ഇത് വിറ്റുപോകും, ഈ ഒരു വർഗീയ അജണ്ടകൾ വിറ്റുപോകും എന്നുള്ളതിൻ്റെ ഒരു കുറേ കാലമായിട്ട് ഹിന്ദുത്വ സംഘടനകൾക്ക് ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ എന്താ പറയുക, മറ്റേ നമ്മുടെ ഇതിനു മുമ്പൊരു അമ്പലം പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പള്ളി പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബാബറി മസ്ജിദ് പൊളിക്കുന്ന സംഭവം അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരുപാട് അമ്പലങ്ങൾ പൊളിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചാവ എന്ന് പറയുന്നൊരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊപ്പഗൻഡ പടമായിരുന്നു ചാവ. അതിനുശേഷം ഇതുപോലെ പള്ളികൾ ആക്രമിക്കുന്നൊരു വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം അവസാനമാണ് ഇപ്പോൾ താജ്മഹലിനെ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. താജ്മഹലിനെ ലക്ഷ്യം വെച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിലോട്ടൊരു കൃത്യമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിലോട്ടുള്ളൊരു സംഗതി വരുന്നത്. ഇതിനു മുൻപ് സാധാരണ ഈ ഹിന്ദുത്വ സംഘടനകൾ, പ്രത്യേകിച്ച് ഈ RSS, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരിക്കലും നേരിട്ടല്ല. അവരൊരിക്കലും നേരിട്ട് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് പരിപാടികൾ നടത്തുന്നവരോ അല്ല. അവർ വളരെ തന്ത്രപൂർവ്വം വർഷങ്ങളോളം സമയമെടുത്ത് അവരുടെ പ്രൊപ്പഗൻഡ ആദ്യം അടിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് അവരെല്ലാ കാലത്തും അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. അത് ഇപ്പം ഈ താജ്മഹലിൻ്റെ വിഷയം തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇതൊരിക്കലും RSSൻ്റെ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് RSSുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നടത്തുന്നൊരു ഉന്നയിക്കുന്നൊരു സംഭവമല്ല ഇത്. ഇത് കുറച്ച് ഹിന്ദുത്വ, അതായത് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് മറ്റൊരാരെങ്കിലും ഏറ്റുപിടിക്കും. അങ്ങനെ അത് കഴിയുമ്പോൾ മറ്റൊരാളെങ്കിലും ഏറ്റുപിടിക്കും. പിന്നെ അതൊരു വസ്തുതയായിട്ട് അത് മാറ്റും. അത് വസ്തുതയായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ പല നമ്പറുകൾ ഇറക്കും. അതിൻ്റെ ഇടയ്ക്കൊരു ഇതാണ് യഥാർത്ഥ ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചരിത്രകാരൻ രംഗപ്രവേശനം ചെയ്യും. അതിന് ശേഷം ഇതുപോലെയുള്ള സിനിമകൾ ഇറങ്ങും, പിന്നെ വാർത്തകൾ വരും. അങ്ങനെ ഇതൊരു ജനങ്ങളുടെ മനസ്സിലേക്ക് അതെ, അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാക്കിയെടുത്തതിന് ശേഷമായിരിക്കും യഥാർത്ഥ നായകൻ്റെ എൻട്രി, മീൻസ് അതായത് RSSൻ്റെ എൻട്രി. പിന്നീടാണ് അവരാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയാണ് എല്ലാ കാലത്തും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം താജ്മഹലിനെ അവർ ലക്ഷ്യം വെച്ചിരിക്കും. ഇപ്പോൾ താജ്മഹലിൻ്റെ അടിയിൽ മറ്റേതോ ഒരു അമ്പലം ഉണ്ടെന്നും അതിന് മുകളിലാണ് ഈ ഷാജഹാൻ ഈ ഒരു താജ്മഹൽ പണിതതെന്നും ആണെന്നാണ് ഇവരിപ്പം ആരോപിക്കുന്നത്. അപ്പം ഇപ്പോൾ ആ ഒരു പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പരേഷ് റാവൽ താജ്മഹലിന് മേളിൽ മിന്നാരെ ഇങ്ങനെ എടുത്ത് മാറ്റുന്നു. അപ്പോൾ അതിനുള്ളിൽ നിന്നൊരു ശിവൻ്റെ ഉയർന്നു വരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, അത് അവരെത്ര തന്ത്രപൂർവ്വമാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. പിന്നീട് പുള്ളി അത് ഡിലീറ്റ് ചെയ്തെങ്കിലും ചർച്ചയായി. ഈ ചർച്ചയാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ അവർ ഇതുപോലെ സിനിമ പിടിച്ച് കാശുണ്ടാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊന്നുമല്ല അവരുടെ പരിപാടി. അത് ചർച്ചയാക്കുക, കൃത്യമായിട്ട് അജണ്ട നടപ്പിലാക്കുക. അപ്പോൾ ഈ അജണ്ട നടപ്പിലാക്കാൻ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് അത് ചർച്ചയാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ചർച്ചയാകുമ്പോഴത്തേന് ഇത് കേട്ടിരിക്കുന്ന 10 പേരിലോ 2 പേരെങ്കിലും അവർ പറയുന്ന കഥ വിശ്വസിച്ചാൽ അവർ വിജയിച്ചു. അങ്ങനെയാണ് അവരതിനെ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നത്. അത് പ്രൊപ്പഗൻഡ എങ്ങനെയെങ്കിലും മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് എല്ലാ കാലത്തും RSS സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു രീതി നടപ്പിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഹിറ്റ്ലറാണ് ഈ പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളത്. ജോസഫ് ഗീബൽസിൻ്റെ ഒക്കെ കഥ നമുക്കറിയാം. പുള്ളി എങ്ങനെയാണ് പ്രൊപ്പഗൻഡ നടപ്പിലാക്കിയെന്നുള്ളത് നമുക്കറിയാം. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിൽ RSSും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമാണ് ഇതുപോലെയുള്ള പ്രൊപ്പഗൻഡ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രൊപ്പഗൻഡ സിനിമകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഇതിനു മുമ്പ് കേരള ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഞാൻ കുറച്ചും പറഞ്ഞ ചാവ എന്ന് പറയുന്ന പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോദിയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പേര് ഞാൻ വിട്ടുപോയി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ അതിനു മുമ്പ് മോദിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, 2019 കണ്ടിറങ്ങിയ ഒരു പടം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പടം. ഇനിയിപ്പം ഉണ്ണിമൂന്തനെ വെച്ചിട്ടുണ്ട്, വന്ദേമാ എന്ന് പറഞ്ഞിട്ട് മാ വന്ദേ എന്ന് പറഞ്ഞിട്ടൊരു പടം വരാൻ പോകുന്നു. അപ്പോൾ അതായത് പ്രൊപ്പഗൻഡ എങ്ങനെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ താജ്മഹലിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് സിനിമ. അതായത് പ്രൊപ്പഗൻഡയുടെ ഒരു പല ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലോട്ട് അവർ എത്തുകയാണ്. ഒക്ടോബർ 31 സിനിമ റിലീസാവുന്നത്. അപ്പം
ഇനി ചെയ്യാനുള്ളത്, ഇനി വരാനുള്ള RSSൻ്റെ എൻട്രിയാണ്. ഇതും കൂടെ കഴിഞ്ഞ RSS ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ടാവും. അത് ഇനി ആയിട്ടായിരിക്കും RSSൻ്റെ എൻട്രി വരാൻ പോകുന്നത്. അപ്പം ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോഴത്തേനും താജ്മഹൽ എത്രത്തോളം വലിയ സ്വാധീനമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാകും. കാരണം ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ, അതെ, ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇന്ത്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സ്തൂപമാണതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയുടെയൊക്കെ ചില യാത്രാ വിവരങ്ങൾ എടുത്ത് നോക്കുമ്പം എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അവർ താജ്മഹലിനെ കുറിച്ചാണ് അവർക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ താജ്മഹലിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് അറിയുമ്പോഴത്തേനും ലോകത്തിൽ എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ്. കാരണം ലോകാത്ഭുതങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രണയമാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്നൊരു, അതെ, എല്ലാ മനുഷ്യർക്കും അറിയാവുന്നൊരു വികാരമായതുകൊണ്ട് തന്നെ അവർ അതിനെ കൂടുതൽ ഒബ്സസ്ഡ് ആവും ആ ഒരു വിഷയത്തിൽ. അപ്പം അങ്ങനെയാണ് താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് മാറുന്നത്. അപ്പം മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോഴത്തേനും മുഗളന്മാർ, അതായത് ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകളും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 330ഓളം വർഷങ്ങളാണ് അവർ ഭരിച്ചിട്ടുള്ളത്. 3 നൂറ്റാണ്ടോളമാണ് മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. അതേ കാലത്ത് തന്നെയാണ് ഇന്ത്യയിലുള്ള ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിലേക്കും ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെടുകയും ഇന്ത്യയുടെ ഒരു പ്രശസ്തി ഏറ്റവും കൂടുതൽ വ്യാപിക്കുകയും ലോകം മുഴുവൻ ഒന്നുകൂടെ വ്യാപിക്കാനും കാരണമായത് ഇവരുടെ ഒരു കാലത്താണ്. അപ്പം അതുപോലെ ഇന്ത്യക്ക് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു ആളുകളാണ് ഈ മുഗളന്മാരെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡൽഹി ചെന്നാൽ പോലും നമുക്ക് മനസ്സിലാവും അവരുണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഡൽഹി എന്ന് പറയുന്ന ആ ഒരു നഗരത്തെ രൂപപ്പെടുത്തിയത്, അങ്ങനെ ഒരുപാട് സംഭാവനകൾ അവർ ഇന്ത്യക്ക് നൽകിയിട്ടുള്ളവരാണ് അവർ. പക്ഷേ അവരെയാണ് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അവരെ ആക്രമിക്കപ്പെടാനുള്ള കാരണം? ഇന്നത്തെ രാഷ്ട്രീയം അതിൻ്റെ അങ്ങനെ ഒരു ആവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള ആരോപണം ഉന്നയിച്ചു വരുന്നത്. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയത്തിന്, ഈ പറയുന്ന RSSൻ്റെയും BJPയുടെയും രാഷ്ട്രീയത്തിന് അവരെ വില്ലന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം സാധാരണ വിശ്വാസികൾക്ക് ഇത് ദഹിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവണം. അപ്പം അതിനുവേണ്ടി ഇത്തരം കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ താജ്മഹലിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇത് വലിയൊരു തെറ്റിലോട്ട് തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ പള്ളി പൊളിച്ച സംഭവം അറിയാം, ബാബറി മസ്ജിദ് പൊളിച്ച സംഭവം. അത് എത്ര വലിയൊരു ആഴത്തിലുള്ള മുറിവാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് അറിയാം. അതിൻ്റെ ഒരു മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ഒന്നുകൂടി ആവർത്തിക്കാനുള്ള ശ്രമമാണ് പല നാളുകളിലായിട്ട് ഈ സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമാണ് ഈ ചാവ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയതും പിന്നീട് മറ്റ് പല സ്ഥാപനങ്ങളെയും അവർ ലക്ഷ്യം വെച്ചതും അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ പോസ്റ്റർ. അതെ, സിനിമയുടെ പോസ്റ്റർ ഇനിയിപ്പോൾ ഒക്ടോബർ 31 സിനിമ ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ ജനങ്ങൾ അതെങ്ങനെ സ്വീകരിക്കുന്നു അറിയില്ല. പിന്നെ എല്ലാ കാലത്തും വർഗീയതയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ കാലത്തും അതിനൊരു മാർക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനൊരു പീക്ക് ടൈമുണ്ട്. ആ ഒരു പീക്ക് ടൈം കഴിഞ്ഞാൽ പിന്നെ നേരെ താഴോട്ടേ വരുള്ളൂ. അത് തകർന്നടിയുന്ന തന്നെ അത് മനുഷ്യൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. ഒരു വെറുപ്പും ഒരു കാലത്തും നിലനിന്ന് പോയിട്ടില്ല മനുഷ്യൻ്റെ ഇടയ്ക്ക്. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ് തന്നെ, അടിസ്ഥാനപരമായിട്ട് മനുഷ്യരാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജനങ്ങളത് മനസ്സിലാക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ മറ്റ് മാർഗ്ഗമില്ല. കാരണം ഇപ്പം നമുക്കാണെങ്കിൽ പോലും ഇപ്പോൾ താജ്മഹൽ എന്ന് കേൾക്കുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്നൊരു വികാരം ഒരിക്കലും അതൊരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം അത് ഉണ്ടാക്കിയതാണെന്നുള്ള അങ്ങനെയല്ലല്ലോ നമുക്ക് തോന്നുന്നു. നമുക്ക് ഇപ്പം താജ്മഹൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതെ, ഇന്ത്യക്കാർ വളരെ അഭിമാനത്തോടെ കാണുന്ന ഒരു, അതെ. ഇപ്പം നമ്മളിപ്പോൾ താജ്മഹൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഫീലിംഗ് എന്നാണ്. ഇപ്പം നമ്മൾ മറ്റേ ആദ്യത്തെ ഒരു കവാടമുണ്ട്, ആ ഒരു കവാടം കയറി ചെന്ന് കഴിയുമ്പോഴത്തേന് താജ്മഹലിനെ കാണുമ്പോൾ ഭയങ്കര ഫീൽ, അത് ഭയങ്കര രസമുള്ളൊരു സൗദാണത്. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് സാധനം. അപ്പം അത് നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു മുസ്ലിം പണിതാണ് അല്ലെങ്കിൽ അതൊരു മുഗളൻ പണിതാണെന്നുള്ളൊരു ഫീലല്ല നമുക്ക് വരിക. അടിപൊളി ഒരു സാധനം, അതൊരു അതിഭീകരമായിട്ടുള്ള പ്രണയകഥയുടെ സ്മാരകമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ആ ഒരു വികാരം എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കഥകൾ ഒരിക്കലും നിലനിൽക്കില്ല. ഇനി ഇതിനെതിരെ എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണം കെടുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം ഇതുപോലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു സാധനം ഉണ്ടായിട്ട് അതിനിത് ഈ കുറേ പൊട്ടന്മാർ ആക്രമിച്ച് കളയുന്നു എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ലോകം നമ്മളെ കാണുക, ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ആ രീതിക്കായിരിക്കും നമ്മളെ കാണുന്നത്. ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാൻ പറ്റത്തുള്ളൂ.
എന്തായാലും 31-ന് സിനിമ ഇറങ്ങും. ജനങ്ങൾ ഒരിക്കലും അതിനെ കൈവിടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ പല പ്രൊപ്പഗണ്ട സിനിമകളും തകർന്നടിഞ്ഞിട്ടേ ഉള്ളൂ. കാശ്മീർ ഫയൽസ് എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ 8 നിലയിലൊക്കെ പൊട്ടിയത്. സമാനമായ രീതിയിലൊക്കെ തന്നെയായിരിക്കും ഇതിനും ഉണ്ടാകുക. പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലും അവാർഡ് കൊടുത്തെങ്കിൽ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. അവാർഡ് കിട്ടാനേ സാധ്യതയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിന് വലിയ ജനസമ്മതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ടൈം കഴിഞ്ഞു. കാരണം അവരുദ്ദേശിക്കുന്ന ഒരു വർഗീയതയുടെ ആ ഒരു പീക്ക് ടൈം അവരെ സംബന്ധിച്ച് കഴിഞ്ഞു. ഇനി അത് ഓടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ടൈം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഇന്നത്തെ നമുക്ക് പറയാനുള്ളൂ.